കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി ഇത്ര തന്നെ ഉള്ളു നമ്മുടെ കണ്ടന്റ്. അപ്പോൾ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. നമ്മുടെ പുതിയ വീട്ടിലേക്കല്ല കേട്ടോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ചുണ്ടിലിട്ടിരിക്കുന്ന സാധനത്തിന്റെ ഒരു പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ചുണ്ടിലിട്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്. നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പിന്നെ പണ്ടേ പൈസക്കാരായത് കൊണ്ടും പൈസ നമ്മൾക്കൊരു പുല്ല് വിലയായത് കൊണ്ടും നമ്മൾ ഇതുണ്ടോ കയ്യിലിരിക്കുന്നത് ബ്രാൻഡഡ് ആണ് ഉപയോഗിക്കുള്ളൂ. ബ്രാൻഡഡ് ഉപയോഗിക്കാത്തവരുടെ ചുണ്ട് കറുത്തു പോകുന്ന അറിയുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ മെബിലിൻ്റെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എൻ്റെ ചുണ്ടിൻ്റെ കറുപ്പ് കളർ എന്ന് പറഞ്ഞാൽ ഞാൻ സിഗരറ്റ് വലിക്കണ പോലത്തെ കറുപ്പ് കളറാണ്. കാണുന്നവരൊക്കെ ചോദിക്കും രേഷ്മ സിഗരറ്റ് വലിക്കാറുണ്ടോ എന്ന്. പിന്നെ എൻ്റെ നല്ല സ്വഭാവമായതുകൊണ്ട് എല്ലാവരും എന്നെ സംശയത്തിൻ്റെ നിഴലിൽ അങ്ങ് നിർത്തും. പക്ഷെ ഞാൻ ഇതുവരെ സിഗരറ്റ് വലിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ദൈവത്താണേന്നൊന്നും പറയാനില്ല, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. പിന്നെ ചുണ്ട് കറുത്തിരിക്കുന്നത് പണ്ടേ എൻ്റെ കുടുംബക്കാർക്കും നമ്മുടെ വേറെ മറ്റേ പുള്ളിക്കാരിയുടെ ഡയലോഗ് അയക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ടൊരു കോലവും ചേലും കോലും ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കറുത്ത് തന്നതാണ്. മാനുഫാക്ചറിങ്ങിൽ പറ്റിയതാണ്. ഇപ്രാവശ്യം റെഡിയാക്കാൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, ദൈവം തമ്പുരാനെ അടുത്ത പ്രാവശ്യം നോക്കാൻ രേഷ്മ റെഡിയാക്കി തരാമെന്ന് എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ പിന്നെ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. കാരണം അതുകൊണ്ടാണ് ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നാവൂല ഈ പ്രാവശ്യം, അടുത്ത പ്രാവശ്യം നന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ജീവിക്കണത്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ വന്ന് കാണിക്കാൻ പോകുന്നത് മെബിലൈൻ്റെ ലിപ്സ്റ്റിക് ആണ്. 3 ഷെയ്ഡുണ്ട്. അത് കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. 3 ഷെയ്ഡുണ്ട്. ഒന്ന് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, 130 വിലയല്ല കേട്ടോ, അതിൻ്റെ നമ്പറാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ശക്തമായിട്ട് അറിയുന്നവർ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ എല്ലാവരും രേഷ്മ അവതരിപ്പിക്കേണ്ടത് കുറച്ചുകൂടെ ബെറ്ററാക്കാൻ, ഇതൊന്നുമില്ല, ഇത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ 130. പിന്നെ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളത് സ്വീറ്റ് ആൻഡ് സോർ. സ്വീറ്റ് ആൻഡ് സോർ അത് 190. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബാർബിക്യൂ എനിക്ക് മൂക്കിന് ചൊറിച്ചിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മൂക്കിൽ ഇങ്ങനെ ചൊറിയണം. സോറി, അലർജിയുടെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ അലർജി ഉള്ളവരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നാട് വിട്ടവിടെ പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇത് 195. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ നൈക്കയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പം നൈക്കയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വില നിങ്ങൾക്ക് എനിക്ക് ആർക്കെങ്കിലൊക്കെ ഇതിൻ്റെ വില ഇറങ്ങി ഞാൻ ഇതിൻ്റെ വില കമൻറ്റ് ബോക്സിൽ ഇടാം. അല്ല കമൻ്റ് അല്ലല്ലോ, നമ്മുടെ തംബ്ലൈനിൽ ഇടാം എത്രയാണ് വില എന്ന് ഞാൻ നോക്കിയിട്ടേ. ഇപ്പോൾ ഓർമ്മയില്ല. വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് ഞെളിഞ്ഞു കുത്തി വന്നിരുന്ന പുളിച്ചീമ കയറാൻ വേണ്ടിയിട്ട് പുളിച്ചായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പുളിച്ചി അങ്ങോട്ട് അവിടെ നിന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ വിലയ്ക്ക് ഓർമ്മയില്ല. അപ്പം 600-900 ആ റേഞ്ചിലാണ് വില. പിന്നെ സാധാരണക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. 900 അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ സാധാരണക്കാർക്ക് കുടുംബം വിട്ടിട്ടാണെങ്കിലും ലിപ്സ്റ്റിക്ക് മേടിച്ച് തേക്കണം. ലിപ്സ്റ്റിക്ക് മേടിച്ച് തേച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ സുന്ദരിയായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും തേച്ചിട്ട് ഒരു സൗന്ദര്യം വെക്കുന്നില്ല. സൗന്ദര്യത്തിനൊക്കെ വേറെ കുറേ ഡെഫിനേഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അതൊക്കെ എന്താണാവോ. അപ്പം അതെന്തേലും ആവട്ടെ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കത് വാരി കോരി കരകവിഞ്ഞൊഴുകാൻ പാകത്തിന് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പോട്ടെ. ഇതിൻ്റെ മെബിലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ലിക്വിഡ് മാത്രമാവും, കളർ ഉണ്ടാവില്ല കേട്ടോ. കളർ കുറഞ്ഞ് ലിക്വിഡ് മാത്രമാവും. ഒരു മറ്റേ നമ്മുടെ വാസലൈനൊക്കെ തൂക്കൂലേ അതുപോലെ ഉണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത ഇതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലിങ്ങനെ ഇതുണ്ടോ, ഇതിൽ നല്ല കുലുക്കമുണ്ട്. ആ കുലുക്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എൻ്റെ കുലുക്കത്തിൻ്റെ കാര്യം എന്താണെന്ന് കേട്ടോ. പിന്നെ ഇതുണ്ടോ നല്ലോണം കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ആ കുലുക്കം എന്താണെന്ന് ഞാൻ ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോൾ ഇത് പൊട്ടിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരണ്ടേ. അത് കുറേ നാളെടുക്കും, കാരണം അത് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. വില ഇത്ര ആയതുകൊണ്ട് കുറച്ച് ഇപ്പം ഈ ആൾക്കാരൊക്കെ വലിയ വലിയ പൈസയുള്ള സാധനം മേടിച്ച് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ താങ്ങണ്, എനിക്കതാണ് ആലോചിക്കാൻ. എനിക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഒരു മെബിലിൻ്റെ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ എന്നാണ് ഇതിൻ്റെ പേര്, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് വലിയ പ്രത്യേകിച്ച് പൊല്ലാപ്പൊന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിഷ്ടമാണ് മെബിലിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇനിയിപ്പോൾ ലിക്വിഡ് ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മെബിലിൻകാർ ഇങ്ങോട്ട് ഓടിപ്പരച്ച് വരണ്ട
വരണ്ട. ഇന്ന് ആകെ 60 പേരെ കാണുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട. ഈ 60 പേരുടെ ഇടയ്ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പിന്നെ ആൻവിൻ്റെയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ദിലീപിൻ്റെയും സർവ്വ മനുഷ്യരുടെയും പ്രശ്നം കറങ്ങണേൻ്റെ ഇടയ്ക്ക് ഈ മെബിലിൻ്റെ ഒരു പ്രശ്നമാക്കി എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആൻവിൻ്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും രേഷ്മയ്ക്ക് പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോണ്ട് നമ്മൾ എന്തിനിപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോണത്? അവൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത്? എനിക്കൊരു കാര്യമില്ല, മറന്ന് അത് വിട്. വേറെ എന്തൊക്കെ പറയാനുണ്ട്? അപ്പം മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പം മെബിലിൻ്റെ ലിപ്സ്റ്റിക്കോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇന്ന് എലി വേണ്ട പാറ്റ കടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു. വീട്ടിലുള്ളവരെന്നെ ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് അറിയത്തില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ സാരമില്ല, എന്നാലും വേണ്ടില്ല. യൂട്യൂബിൽ വളരാനുള്ള ഒരു വലിയ ബിഗ് യൂട്യൂബറുടെ ഒരു തത്രപ്പാടാണ് ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണും വരെ, നാളെ അല്ല മറ്റന്നാൾ വീണ്ടും കാണും വരെ താങ്ക് യു സോ മച്ച്. അപ്പം അങ്ങനെയൊക്കെ തന്നെ.